ഇല്ലാത്ത ഗ്ലാമറിന്റെ പേരിൽ ഒരു വിവാദം. സമ്മതമില്ലാതെ ഗ്ലാമർ ചിത്രങ്ങൾ ചിത്രത്തിന്റെ പ്രമോഷന് ഉപയോഗിച്ചതിന്റെ പേരിൽ ശ്രുതി ഹാസൻ ചിത്രത്തിന്റെ അണിയറക്കാർക്കെതിരെ രംഗത്ത്. എവിടോ എന്ന ചിത്രത്തിന്റെ രംഗങ്ങളാണ് അടുത്തിടെ ഓൺലൈനിൽ തരംഗമായത്. 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്ന വാർത്തയാണിത്. ശ്രുതിയുടെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായ എവിടോ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിലെ ചിത്രങ്ങളാണ് വിവാദമായത്. എന്നാൽ ചിത്രത്തിലെ ഗാനം കാണുന്ന ആർക്കും അതിൽ പറയുന്നത് പോലുള്ള ഒരു ഗ്ലാമർ പ്രദർശനം കാണാൻ സാധിക്കില്ല. സാധാരണ തമിഴ് തെലുങ്ക് നായികമാർ ചെയ്യുന്ന തരത്തിലുള്ള മേനി പ്രദർശനം മാത്രമാണ് അതിലും. അതുമല്ല, ഇതിലും കൂടുതൽ തന്റെ ചില ഹിന്ദി ചിത്രങ്ങളെ താരം പ്രദർശിപ്പിച്ചും കഴിഞ്ഞു. എന്നാൽ താരം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തകളുമുണ്ട്. അത് തന്റെ അനുവാദമില്ലാതെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചതിനാലാണ്. ഇതൊക്കെ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനിയാണ് യഥാർത്ഥ വാർത്ത. മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഈ ചിത്രം റിലീസായിട്ട് മാസങ്ങളായി എന്നത് ഏവരും മറന്നുപോയി. മലയാളത്തിലെ ഒരു മുൻനിര സിനിമാ വാരിക പോലും ചിത്രം റിലീസായ വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഉടനെ റിലീസാകാൻ പോകുന്ന ചിത്രം എന്നാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറ്റൊരു മാധ്യമം നൽകിയിരിക്കുന്നത് ചിത്രത്തിനായി ആരാധകർ കാത്തിരിക്കുന്നു എന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് ചിത്രം മൊഴിമാറ്റം ചെയ്ത് ഭയ്യ എന്ന പേരിൽ മലയാളത്തിലും പ്രദർശനത്തിന് വന്നിരുന്നു. രാംചരൺ തേജ് നായകനാകുന്ന ചിത്രത്തിൽ അല്ലു അർജുനും കാജൽ അഗർവാളും അതിഥി താരങ്ങളായി എത്തിയ ചിത്രത്തിൽ ആമി ജാക്സണും അഭിനയിച്ചിരുന്നു. ഗൂഗിളിൽ ചിത്രത്തിന്റെ പേര് ടൈപ്പ് ചെയ്താൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഇതൊക്കെ വിട്ടിട്ട് ഏതോ ഫേസ്ബുക്ക് ഭ്രാന്തന്റെ പടച്ചുവിട്ട ഒരു ചിത്രം വെച്ച് വാർത്തയുണ്ടാക്കിയ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് ഇവിടെ നഷ്ടമാകുന്നത്. ഇപ്പോൾ അല്ലു അർജുൻ നായകനായ റേസ് ഗുരം എന്ന ചിത്രത്തിലാണ് ശ്രുതി ഏറ്റവും അവസാനം അഭിനയിച്ചത്. മലയാളത്തിൽ ലക്കി റേസർ എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട ചിത്രം ഇതുവരെ 50 കോടിയിലേറെ കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നാണ് വാർത്തകൾ.